ആയിഷ ഭീഷണി അല്ലേ? ആ പറഞ്ഞ ആളെ നിങ്ങൾക്കറിയോ? ആരാന്നറിയോ? അഡ്രസ് ഉണ്ടാ ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യം നമുക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലും ഈ ഒരു 2024 പോലും ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അയാളുടെ ചിന്താഗതി അത്രത്തോളം ബാക്കിലാണ് ചിന്തിക്കുക. അയാളുടെ പുറകെ പോണ നമ്മുടെ ചിന്താഗതി അത്രയും ബാക്കിലാണ് ചിന്തിച്ചാൽ പോരെ. ഇപ്പൊ എത്ര പേര് കമന്റിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളൂ. ഞാനിപ്പോ അവരുടെ അടുത്ത് തർക്കിക്കാറൊക്കെ അതൊരു രസമായിട്ടാണ് കാണുന്നത് ഞാൻ. കാരണം ഞാനും കുറെ സമയം ഇടക്കൊക്കെ ഞാൻ ആ സമയത്തിലോട്ട് പോകും. എന്നെ അങ്ങനെ ചീത്ത വർത്തനം പറയണ്ടെന്ന് ചോദിച്ചു. നമ്മൾ ആ വീഡിയോ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് പബ്ലിക് ഇടാതിരുന്നു കഴിഞ്ഞാൽ ആ വയറിൽ അപ്പൊ തന്നെ നിന്നു അല്ലേ? മമ്മൂക്കല്ലേക്ക് എത്തണില്ല. അവരുടെയൊക്കെ ആയുസ് തീരുമാനിക്കാനുള്ള കഴിവ് ഒരു മനുഷ്യണ്ടായില്ലല്ലോ. ഒരാൾ പ്രാഗിയാ തീരുന്ന കാര്യമാണോ? ഇപ്പൊ മമ്മൂക്കാണെങ്കിലും ശരി, ലാലേട്ടനാണെങ്കിലും ശരി, അവർ ചെയ്യണ നന്മയുണ്ട് പബ്ലിക്കിലാക്കാണ് അല്ലേ? മമ്മൂക്ക് ചെയ്യണ നന്മയുണ്ട് അല്ലേ? എത്ര അഹങ്കാരിയാന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റുള്ളവർ പറഞ്ഞാലും ശരി, നമുക്ക് കുറേ പേർക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് ഫലിക്കും തോന്നുന്നുണ്ടോ? അതിൽ വലിയ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടാവില്ലേ? ഇങ്ങനെയുള്ള പൊട്ടക്കിണത്തി കിടക്കണ തവളകളെക്കാട്ടും ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ജീവികൾ പറഞ്ഞാൽ കേൾക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടക്കുക, പോകാൻ പറയാം, നമ്മ അതിനെ ഡിലീറ്റ് ചെയ്യുക, നമ്മൾ വീഡിയോ ഓഫ് ചെയ്യുക. അയാൾക്കത് പറഞ്ഞിട്ട് വലിയ പ്രയോജനമുണ്ടോ? അയാളൊരു ഭ്രാന്തൻ, അത്രയും കാണും. അയാളൊരു ഭ്രാന്തനായിട്ട് കാണാം. ചില സമയങ്ങളിൽ എന്നൊക്കെ ഞാൻ സ്വയം കാണാറുള്ള ഭ്രാന്തൻ തന്നെയാണ്. കാരണം എന്തിനു പറയാൻ പാടില്ലാത്ത എന്ത് കാര്യമായിരിക്കണം എന്നുള്ള ചിന്തിക്കുന്ന കാര്യങ്ങൾ. അയാളുടെ വിവരക്കേട് അയാളോട് പറഞ്ഞു കൊടുക്കും. അത് സ്പ്രെഡ് ആക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ വീഡിയോ മൊത്തത്തിൽ എല്ലാ ചാനലുകാരും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ പബ്ലിസിറ്റി ഉണ്ടോ? അയാളോടെ പറഞ്ഞിട്ട് അയാൾ അടുത്ത ആളെ തെപ്പി പോകും. അതപ്പോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആയിരിക്കും ഉള്ളത് നമുക്ക്. മമ്മൂക്കൊക്കെ നല്ല ആയുസാണ്, അത് നല്ല ഉറപ്പാണ്. അവർക്കൊക്കെ ഒന്നൊന്നും പറ്റാമല്ല. പിന്നെ മരണമൊന്നും ഒരാളുടെ കയ്യിലിരിക്കണമല്ല. അവർക്ക് സമയം അടുത്താൽ മരിക്കണം. ഇങ്ങനെ ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞ ഒരാൾ മരിക്കാൻ പോകില്ല. അതാദ്യം ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എപ്പോഴും ചാവേണ്ടതാ. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല? എത്ര പേര് എന്നെ എപ്പോഴായിട്ടുണ്ടാവും. ഇപ്പൊ ഈ ശബരിമലയുടെ ഈ കറുത്ത മുണ്ടെടുത്തുണ്ട് നിനക്ക് ആയുസില്ലാണ്ടായിപ്പോട്ടെ. എന്നിട്ട് നമ്മളൊക്കെ മരിച്ച 10 പേര് അറിയും ഇന്ന ആളാ മരിച്ചത്. ആ പറയണ ആളാരെങ്കിലും അറിയോ? ആ കമന്റ് ഇട്ടതിന്റെ പേരിൽ അറിയും, അല്ലാണ്ട് അറിയില്ല. അപ്പൊ വിട്ടുകളയാ. നമുക്കൊക്കെ ആയുസിരിക്കട്ടെ. കാരണം വേറെ ഒന്നല്ല, നല്ല നല്ല സിനിമകൾ ഇനി കാണാനുള്ള. അപ്പൊ കഥാപാത്രങ്ങളൊക്കെ ഇനി അഭിനയിക്കാനുള്ളതാണ്. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാം? പിന്നെ ഇത് ശരിക്കും ഒരു മോഹൻലാൽ ഫാൻസാ പറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉള്ള ചിന്തയ്ക്ക് കോട്ടം പറ്റിയ ഒരു ഫാൻസ് ഉണ്ടാകാൻ പാടില്ല. ഇതേതോ ഒരു മന്ദവും അത്രയും ചിന്തിച്ചാൽ മതി. ബുദ്ധിയില്ല, കുച്ചിക്കാട് ബുദ്ധി. മമ്മൂക്കൊക്കെ ലാലേട്ടൻ്റെ ഫാൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോരോ ഫംഗ്ഷനൊക്കെ ഞാൻ ലാലേട്ടൻ്റെ പരിപാടിക്കും തുള്ളിയിട്ടുണ്ട്, മമ്മൂക്കയുടെ പരിപാടിക്കും തുള്ളിട്ടുണ്ട്. ഞാനൊരിക്കലും ചിന്തിക്കുന്നില്ല ഇത്രയും മോശമായൊരു ഡയലോഗ് ഫാൻസിൻ്റെ വായിന്ന് വരും. ഇതെന്തോ വട്ട് കേസ്. ജാതി ഇപ്പൊ രാഷ്ട്രീയക്കാരനല്ല പറഞ്ഞ രീതി അല്ലേ? രാഷ്ട്രീയക്കാരാവാൻ വഴിയില്ല. കാരണം സ്വയം ബുദ്ധിയില്ലാന്ന് ചിന്തിക്കാം. അപ്പൊ തീർന്നല്ല പ്രശ്നം. നമ്മൾ അവരെക്കാട്ടും ആ പറഞ്ഞവനെക്കാട്ടും മണ്ടന്മാരാണ് നമ്മളെന്നുള്ളതിന്റെ പേരിലാണ് ഇപ്പൊ ഇതൊരു ചർച്ചാ വിഷയമായിട്ട് എങ്ങനെ അല്ലേ? അവനൊരു ഭ്രാന്തൻ മണ്ടൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ചെയ്ത് അങ്ങോട്ട് പോവാ. പ്രശ്നം തീർന്നു, അവിടെ തീർന്നു. അത് പൊക്കി പിടിച്ച് 10 പേരുടെ തെല്ലുമ്പോൾ അത് വലിയ വിഷയമായി. അപ്പൊ ആരാണ് മണ്ടൻ ശരിക്കും? അയാളെ വളർത്തുന്നത് നമ്മളാണ് അല്ലേ? അയാളുടെ ഒരൊറ്റ വാക്കിൽ നമ്മളെല്ലാവരും അയാളുടെ പിന്നാലെ പോയി. മമ്മൂക്കനെ വിട്ട് ലാലേട്ടനെ വിട്ട് എല്ലാവരും പോയി. അയാളായി. നമ്മൾ ഒരുപാട് പേര് ഇതേപോലെ വളർത്തറില്ലേ? പ്ലീസ് ഇനി ഇതേപോലത്തെ മരവാഴകളെ വളർത്താതിരിക്കുമോ? വെള്ളം ഒഴിക്കാതിരിക്കുമോ? കഴിഞ്ഞില്ലേ?